നമസ്കാരം. എൻ്റെ മാന്യ പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ ജിൻഡോ ജയിച്ചു. ബിഗ് ബോസ് പ്രേക്ഷകർ ഒന്നടക്കം സന്തോഷിച്ച 90% പ്രേക്ഷകർ സന്തോഷിച്ച വിധിയായിരുന്നു നമ്മുടെ ജിൻഡോൻ്റേത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ജനങ്ങളുടെ കൂടെയാണ് എന്ന് തെളിയിക്കുന്ന ഒരു വിധിയായിരുന്നു. അതുപോലെ അവർ വോട്ടിംഗ് പാറ്റേൺ കാണിച്ചു. അതുപോലെ തന്നെ ജിൻഡോൻ്റെ എല്ലാ കാര്യങ്ങളും എന്തൊക്കെ കളിയാക്കിയാലും എന്തൊക്കെ ചീത്ത പറഞ്ഞാലും എന്തൊക്കെ പുറത്താക്കാൻ നിന്നാലും അവസാനം വിന്നറാക്കാനായിട്ട് ബിഗ് ബോസ് ഒരു മടിയും കാണിച്ചില്ല. അതിൽ നമുക്ക് അഭിനന്ദിക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിനെ അഭിനന്ദിക്കാം. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ ഈ മത്സരാർത്ഥികൾ ഇതിൽ വന്നിട്ടുള്ള എല്ലാ മത്സരാർത്ഥികളും കൂട്ടിക്കോ, ജിൻഡോ കപ്പടിച്ചതിൽ എത്ര പേർക്ക് ആത്മാർത്ഥമായിട്ട് സന്തോഷമുണ്ട്, എത്ര ആളുടെ ഉറക്കം പോയി, എത്ര ആളുടെ ഉറക്കം പോവാണ്ട് സന്തോഷിച്ചു. ജിൻഡോൻ്റെ ഒപ്പം നമ്മുടെ പ്രേക്ഷകരുടെ ഒപ്പം സന്തോഷിച്ച അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന മത്സരാർത്ഥികളുണ്ട്. അവരാരൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറയാം. ഒന്ന് ജാൻമണി, ഒന്ന് തൃശ്ശൂർകാരൻ രതീഷ്. ഇവർ 2 പേര് മാത്രമാണ് ജിൻഡോൻ്റെ വിജയത്തിൽ സന്തോഷിക്കുന്നു, നമ്മുടെ ഒപ്പം തന്നെ സന്തോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു. ജിൻഡയ്ക്ക് കപ്പ് കിട്ടണം എന്ന് ഉറച്ച് വിശ്വസിച്ച് അതിലൊരു ഉറക്കം നഷ്ടപ്പെടാത്ത 2 പേരാണ് അവർ. ബാക്കിയുള്ള മത്സരാർത്ഥികളെ പേരെടുത്ത് ഞാൻ പറയാം. ബാക്കിയുള്ള മത്സരാർത്ഥികൾ സിജോ, ബാക്കിയുള്ളവരൊക്കെ ഇതിൽ കൂടുതൽ ഉറക്കം നഷ്ടപ്പെട്ടവരെ ഞാൻ പറയാം. കൂടുതൽ ഉറക്കം നഷ്ടപ്പെട്ടത് സായി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സായി ഉണ്ട്, സിജോ ഉണ്ട്, നന്ദനി ഉണ്ട്, അതുപോലെ തന്നെ അപ്സരയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റസ്മിനുണ്ട്. ഇത്രയും പേർക്ക് ഇനി അവരൊരു മാസം ഉറങ്ങില്ല. ആ കാര്യം ഉറപ്പാണ്. ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയ കാരണം അവരിനി ഒരു മാസം അവർ ഉറക്കം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിനാണ് നമ്മൾ പറയണത് അസൂയ, കുശുമ്പ്. നമുക്ക് കിട്ടാത്തത് വേറെ ആൾക്ക് കിട്ടുമ്പോൾ അസൂയ. അടുത്ത വീട്ടുകാരന് ഒരു ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിലത്തെ ആൾക്ക് ഉറക്കം ഉണ്ടാവില്ല. ഓ, അവന് 10 കോടി കിട്ടി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അത് തട്ടിയെടുക്കാൻ എന്താ വഴി, അത് മുഴുവൻ നശിച്ചു പോകാൻ എന്താ വഴി, അവ എത്രയും പെട്ടെന്ന് ചത്തുപോകാൻ എന്താ വഴി എന്നൊക്കെ ആലോചിച്ച് അടുത്ത വീട്ടിൽ അയലോക്കക്കാരൻ കിടക്കും. അയലോക്കക്കാർ മാത്രമല്ല, ഇഷ്ടപ്പെടാത്ത ഫ്രണ്ട്സുകളും മറ്റുള്ളവർക്കും ഒക്കെ ഉണ്ടാവും അസൂയ. അപ്പോൾ അതുപോലെ തന്നെ ജിൻഡോ കപ്പടിച്ചപ്പോൾ മറ്റുള്ള മത്സരാർത്ഥികൾ, ആ വീട്ടിലുണ്ടായിരുന്ന മത്സരാർത്ഥികളെല്ലാം ജിൻഡോനെ പ്രാവണ്. ഈ പാവം മനുഷ്യന് അത് അർഹിക്കുന്ന അംഗീകാരമാണ് അതിന് കിട്ടിയത്. അന്ന് വിചാരിച്ച് അവരെ അഭിനന്ദിക്കുകയല്ല വേണ്ടത്. അതിനെന്താ ചെയ്യുന്നത്? മുമ്പിലത്തെ പല്ലുകൊണ്ട് ചിരിക്കുക, അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുക. പാവം ജിൻഡോ അത് ജനങ്ങൾ അംഗീകരിച്ച് കൊടുത്തതാണ്. അതിന് സിജ പറയണ എന്താ, ജിൻഡോ PR വർക്ക് നടത്തിയിട്ടുണ്ട്, കാശ് കൊടുത്ത് വോട്ട് മേടിച്ചു, അതുപോലെ തന്നെ കാശ് കൊടുത്ത് PR വർക്കിന് വേണ്ടിയിട്ട് ആൾക്കാരെ നിർത്തിയിരുന്നൊക്കെ. എന്താ അസംബന്ധമായി പറയണത്? അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ നമുക്കറിയാം. അദ്ദേഹം ഒരു PR വർക്ക് നടത്തിയിട്ടില്ല, ഒന്നും നടത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ ഒന്നുമില്ല, പ്രേക്ഷകരൊന്നുമില്ല അദ്ദേഹത്തിന് ഹെൽപ്പിന്, അദ്ദേഹത്തിന് വോട്ടിങ്ങും ഇല്ല. അതുപോലെ 2ാമത്തെ ആഴ്ചയിലും ഇല്ല, 3ാമത്തെ ആഴ്ചയിലും ഇല്ല, 4ാമത്തെ ആഴ്ചയിലും ഇല്ല. അപ്പോൾ എന്താ കാരണം? അവിടെ ജിൻഡോ മറ്റ് മത്സരാർത്ഥികളെ പോലെ ജനങ്ങൾക്കൊരു മത്സരാർത്ഥി, മൂപ്പരാജിനെ ഒരു സെലിബ്രിറ്റി അല്ല, അങ്ങനെയുള്ള മത്സരാർത്ഥി അത് മാത്രം വോട്ട് കിട്ടുള്ളൂ. കാരണം ജിൻഡോ ഒരു മത്സരാർത്ഥിയായിട്ട് മാത്രം ജനങ്ങൾ കണ്ടു. പക്ഷേ അവിടെയുള്ള ആൾക്കാർ ജിൻഡോൻ്റെ നിലപാടുകളും ജിൻഡോൻ്റെ അവിടെയുള്ള കളികളും മറ്റുള്ള ഗെയിമും ഇതൊക്കെ കണ്ടപ്പോൾ അവർ ജിൻഡോനെ ഉപദ്രവിച്ചു, ഒരുപാട് കഷ്ടപ്പെടുത്തി, ഒരുപാട് ചീത്ത പറഞ്ഞു. ഇതൊക്കെ കണ്ടപ്പോൾ ജനങ്ങൾ വോട്ട് കൊടുത്തു. പിന്നത്തെ ആഴ്ച തൊട്ട് ജിൻഡോയ്ക്ക് വോട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല അടിത്തറ ഇട്ടിട്ടാണ് വീട് മണം തോക്കുന്നത്. അടിയിൽ നിന്ന് തന്നെ മൂപ്പര് നല്ല അടിത്തറ ഇട്ടിട്ടാണ് വോട്ടിംഗ് പാറ്റേൺ കയറ്റിയത്. വോട്ടിംഗ് പാറ്റേൺ കയറ്റിയ വോട്ടിംഗ് പാറ്റേൺ ഒരിക്കലും കുറഞ്ഞു പോയിട്ടില്ല. ഈ സിജോയ്ക്കൊക്കെ ആ ഇടി കിട്ടിയെന്ന് ഒരൊറ്റ കയറ്റ കയറി, അതേപോലെ ഇറങ്ങിപ്പോയില്ലേ. പിന്നെ അവൻ 2ാമത് വന്നപ്പോൾ കാട്ടത്തിന് മാങ്ങാത്തോലി മറച്ചാത്തോലി എന്ന് വന്നിട്ട് അവൻ്റെ ഉള്ള ഇതും കൂടി പോയി. പിന്നെ അവന് മുഴുവൻ അസൂയ, കുശുമ്പ് മാത്രം അവൻ്റെ മനസ്സിലുള്ളൂ. അത് ജനങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും അവനും ഇതുപോലെ പുറന്തള്ളാൻ കാരണം, അല്ലെങ്കിൽ ഇതുപോലെ ഇടി കിട്ടി ഇതുപോലെ ആശുപത്രി കിടന്ന് കഷ്ടപ്പെട്ട ഒരാൾക്കൊക്കെ കുറച്ച് ആൾക്കാരെങ്കിലും കൂടെ നിൽക്കണ്ടേ? അങ്ങനെ ഉണ്ടായില്ല. അതിന് കാരണം അവൻ്റെ കയ്യിലിരിപ്പ്, അവൻ്റെ ഗ്രൂപ്പിൻ്റെ കയ്യിലിരിപ്പ്, അതാണ് അതിനുണ്ടായത്. ഗ്രൂപ്പിസം കളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അതുപോലെ തന്നെ നന്ദന വന്നപ്പോൾ നല്ല കളിയൊക്കെ ഉണ്ടായിരുന്നാണ്. ജാസ്മിനെതിരെ നന്നായി പൊരുതിയുള്ള ആളാണ്. എന്നിട്ട് എന്തുണ്ടായി? അവസാനം ഔട്ടായി പോയില്ലേ? ഒരാൾ പോലും തിരിഞ്ഞു നോക്കാതെ. അപ്പോൾ മോഹൻലാൽ ചോദിച്ചു, നന്ദന തൃശ്ശൂർക്കാർക്കൊക്കെ ഇഷ്ടമായോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, തൃശ്ശൂർക്കാരെയൊക്കെ അഭിമാനം ഞാൻ കാത്തു ലാലേട്ടാന്ന് പറഞ്ഞു. നീ എന്ത് അഭിമാനം കാത്ത്?
ഞങ്ങളുടെയൊക്കെ അഭിമാനമല്ല, അപമാനമായിട്ട് മാറിയിരിക്കുക നീ ബിഗ് ബോസിയെ പോയിട്ട്. തൃശ്ശൂർക്കാരെ അപമാനമാക്കി മാറിയിരിക്കുക. തൃശ്ശൂർക്കാരെ അഭിമാനം കാത്തത് ആരാണ്? സുരേഷ് ഗോപിയാണ്. തൃശ്ശൂർ അങ്ങനെ ഞങ്ങളങ്ങോട്ട് കൊടുത്തു. ഡൽഹിയിൽ തൃശ്ശൂർക്കാരൊരാൾക്ക് ഒരു എം പി സ്ഥാനം കിട്ടുകയെന്ന് പറഞ്ഞാൽ അതൊരു അംഗീകാരം തന്നെയാണ്. മന്ത്രിയുണ്ട്, അതാണ് അഭിമാനം കാക്കൽ. അല്ലാണ്ട് നീ വന്ന പോലെ നീ കളിച്ചെങ്കിൽ നീ ഒരുവിധമൊക്കെ നന്നായേനെ. നീ വന്ന് നല്ല രീതിയിൽ കളിച്ചു. ജാസ്മിൻ്റെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നന്നായി ചോദ്യം ചെയ്തു. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ നടക്കണേലും വല്ലേലും നീ ഇടപെട്ടേണ്ടിയിരുന്നത്. നീ എന്ന് ഈ കള്ളക്കൂട്ടത്തിൻ്റെ കൂടെ കൂടിയോ അന്ന് നിൻ്റെ ഗ്ലാമറൊക്കെ പോയി. നീ പിന്നെ വെറും ഇസ്പയുടെ 7ാം കൂലിയായിട്ട് മാറി ജനങ്ങളുടെ ഇടയിൽ. അല്ലെങ്കിൽ കുറച്ച് നാളൊക്കെ നിന്ന് പോകാറുന്നു. നിനക്കൊരു വീട് വയ്ക്കാനുള്ള കാശൊക്കെ ഇവിടെ നിന്ന് കിട്ടിയാനെ. അതൊന്നും ഇല്ലാണ്ടാക്കിയത് നീ തന്നെയാണ്. കുടം കമത്തി വെള്ളം ഒഴിച്ചു, അതാണ് ഉണ്ടായത് നിനക്ക്. നീ ആ തൃശ്ശൂർക്കാരെ അഭിമാനം എന്ന് ഒരിക്കലും പറയല്ലേ മോളെ. നീ തൃശ്ശൂർക്കാരെ നാണം കെടുത്തേ ചെയ്തത്. അത് പോട്ടെ, ഇനി അതിൽ വിട്ട് കളയാം. പിന്നെ ജിൻഡോൻ്റെ വിജയം നമ്മളെല്ലാവരും ആഘോഷിക്കുന്നു. എയർപോർട്ടിൽ എന്താണെന്ന് തിക്കും തിരക്കും ബഹളം. അമ്മമാരൊക്കെ വന്ന് ഉമ്മ വെച്ച് കൊല്ലുകയാണെന്ന്. അതുപോലെ തന്നെ പോലീസുകാർക്കും തലവേദനയായി. എൻ്റെ പോലീസുകാർ പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ജിൻ്റെ പുറത്ത് ആ കാർ പാർക്കിൽ എവിടെയെങ്കിലൊക്കെ പല ഗ്രൗണ്ടിലൊക്കെ പോയി നിൽക്ക്. ഇവിടെ ആകെ വിമാനത്താവളം ആകെ സ്തംഭിക്കാനാണ് പോണത് ജനങ്ങളെ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണം എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോനെ അവിടുന്ന് ഒഴിവാക്കുക ചെയ്തത്. അത്രയധികം ജനങ്ങളാണ്. എന്നിട്ട് ഈ മനുഷ്യൻ്റെ അഹങ്കാരം ഇല്ല എന്നുള്ളതാണ്. ഇത്രയും വിന്നറായി വന്നു, ഇതുപോലെ കഷ്ടപ്പെട്ട് വന്നു. ഒരു മനുഷ്യനോട് പോലും മൂപ്പര് അഹങ്കരിച്ച് വർത്താനം പറയണില്ല. മറ്റുള്ളവരൊക്കെ ചന്ദ്രനിലേക്ക് മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ എയർപോർട്ടിൽ നിന്നാണ്ട് ഇറങ്ങി വരണ കണ്ടു കഴിഞ്ഞാൽ ചന്ദ്രനിൽ പോയിട്ട് വരണ പോലെയാണ്. എന്താ ഇൻ്റർവ്യൂ കൊടുക്കൽ, എന്താ ബഹളം, എന്താ അവരെ അഹങ്കാരം, അവരെ തലകനം. നോറയൊക്കെ വന്നിട്ട് പറയാം, അതെ ജിൻഡോ ചേട്ടൻ PR വർക്ക് നടത്തിയിട്ടാണ് ജയിച്ചത്, അത് ഉറപ്പാണ്. പുറത്ത് ജിൻഡോ ചേട്ടന് വോട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. ജിൻഡോ ചേട്ടൻ കളിച്ചിട്ടല്ല ഈ കപ്പ് കിട്ടിയത്. അതേ ഡയലോഗ് തന്നെയാണ് സിജിയും പറയുന്നത്. ജിൻഡോ ഒരു കപ്പിന് അർഹനല്ല, അവൻ മണ്ടനാണ്, അവൻ മന്ദബുദ്ധിയാണ്, അവൻ വളിവീരനാണ്. എൻ്റെ സിജോ, നിനക്ക് ഒരാളുടെ വിജയത്തിലെങ്കിലും നീ ഇങ്ങനെ അസൂയപ്പെടരുത്. കേരളത്തിലെ പ്രേക്ഷകർ, ബിഗ് ബോസ് പ്രേക്ഷകർ ഒന്നടക്കം ജിൻഡോ അർഹിച്ച അംഗീകാരം കൊടുത്തപ്പോൾ നീ ആ അംഗീകാരത്തിനെ ഇട്ടിച്ച് താത്തി സംസാരിക്കുന്നത് നീ എത്ര വിലയില്ലാത്തവനാണ്. നീ എത്ര ഒരു ലോകത്തിലെ ഏറ്റവും വലിയ തെണ്ടിനെങ്കിൽ നീയാന്ന് പറയും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാക്ക് പറയുമോ ജിൻഡോനെതിരെ? ജിൻഡോനെ നീ ചെന്നിട്ട് അഭിനന്ദിക്കല്ലേ വേണ്ടത്. ജിൻഡോ, നീക്കുള്ള അംഗീകാരം കിട്ടി, ഞാനതിൽ സന്തോഷിക്കുന്നു എന്നല്ല പറയേണ്ടത്. അല്ലാണ്ട് നീ ഉറങ്ങാണ്ട് കിടന്ന് കഷ്ടപ്പെടുകയല്ല ചെയ്യേണ്ടത്. ഒരുപാട് നീയും സായിയൊക്കെ കളിച്ചല്ലോ ജിൻഡോനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. പല കളികളും കളിച്ചല്ലോ. കണ്ടവനെ കാശ് ഇറക്കിയല്ലോ, PR ഇറക്കിയല്ലോ എതിരായിട്ട്. എന്നിട്ട് എന്തുണ്ടായി? ഇവിടെ ഒരു ചുക്കും ഉണ്ടായില്ല. ജിൻഡോനെ രക്ഷിച്ചത് ജിൻഡോൻ്റെ അമ്മയും ബിഗ് ബോസ് പ്രേക്ഷകരാണ്, പിന്നെ ദൈവമാണ്. ആ കരങ്ങളിൽ ജിൻഡോ സുരക്ഷിതനായിരുന്നു. അമ്മയുടെ കരങ്ങളിൽ ജിൻഡോ സുരക്ഷിതനായിരുന്നു. നീയും നിൻ്റെ അമ്മേനെ സ്നേഹിക്കൂ. അതുപോലെ തന്നെ എല്ലാവരും മക്കളെ എല്ലാവരും അമ്മമാരെ സ്നേഹിക്കൂ. അമ്മമാരെ വൃദ്ധസനത്തിലും ഗുരുവായൂർ അമ്പലനടയിലൊന്നും കൊണ്ട് കളയാണ്ട് അവരെ മരിക്കുന്നവരെ സംരക്ഷിക്കൂ. നിങ്ങൾക്ക് എന്നും നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ എന്നും നല്ലത് മാത്രം വരും. ആ അമ്മ നെഞ്ഞത്ത് കൈവച്ചൊന്ന് പറഞ്ഞാൽ മതി, എൻ്റെ മോന് നല്ലത് വരണേന്ന്. അപ്പം നല്ലത് വരും. അങ്ങനെ അതാണ് വേണ്ടത്. അല്ലാണ്ട് അമ്മേനെ അച്ഛനെയും തള്ളി പറഞ്ഞ് അമ്മേനെ അച്ഛനും 10 വയസ്സിക്ക് നോക്കാണ്ട് അമ്മേനെ അച്ഛനെ സംരക്ഷിക്കാത്ത മക്കൾക്ക് ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ജിൻഡോയുടെ അമ്മയുടെ ഒരൊറ്റ പ്രാർത്ഥനയാണ് ജിൻഡോനെ ഇനി ഉയരങ്ങളിലെത്തും. ജിൻഡോ ഒരു മണ്ടനൊന്നല്ല, ജിൻഡോ ഒരു പ്രാന്തനൊന്നല്ല, ജിൻഡോ ഒരു വലിവീരനൊന്നല്ല. നിങ്ങൾ ഈ പറയുന്ന കുറ്റങ്ങളൊക്കെ ഒരാളെ അവനാൻ്റെ കാലും മണ്ണിയെ പൂത്തിച്ച് വഴി കൂടെ പോകണ മന്ദാല എന്ന് വിളിക്കുന്ന സ്വഭാവം നിങ്ങളെ. അല്ലാണ്ട് വെറുതെ ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നല്ല 50 ലക്ഷം രൂപ ജിൻഡയ്ക്ക് കൊടുത്തത്. ജിൻഡ കളിച്ച് നേടിയതാ, ജനങ്ങൾ കൊടുത്ത അംഗീകാരമാണത്. അതിനെ അഭിനന്ദിക്കാൻ അറിയാണ്ട് നിങ്ങളൊക്കെ കിടന്ന് ഉറക്കം കളഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ മക്കളെ? നിങ്ങൾക്കൊന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ല. നിങ്ങളൊക്കെ എന്നും നിങ്ങൾക്ക് ഉറങ്ങാണ്ട് കിടക്കാനേ യോഗം. എന്നും ഒരാൾക്ക് അടുത്ത വീട്ടിൽ ലോട്ടറി കിട്ടി കഴിഞ്ഞാൽ നമ്മളെന്താ വിചാരിക്കണ്ടേ? അപ്പോൾ ഇനി വന്ന് നമ്മളോട് കാശ് കടം ചോദിക്കില്ലല്ലോ. നമ്മൾ അവരോർക്കും കൊടുക്കണ്ട, അവരെ കാശ് ഇരിക്കും വേണ്ട, അവർ ജീവിച്ചോട്ടെ എന്നല്ലേ വിചാരിക്കേണ്ടത്. അതുപോലെ ജിൻഡയ്ക്ക് കപ്പ് കിട്ടിയ ജിൻഡ കളിച്ച് കിട്ടി, അതിന് നമ്മൾ അഭിനന്ദിക്കുക. അത് ചെയ്യാത്ത മനസ്സിൻ്റെ ക്രൂര മനസ്സിന് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും. പിന്നെ ഇതിനേക്കാളും ഇതൊരു വേറൊരു രസം കൂടി പറഞ്ഞ് നമുക്ക് ഈ എപ്പിസോഡോട് നിർത്താം. എല്ലാവരും ഔട്ടായിട്ട് വരുന്നു.
ജാസ്മിനും ഔട്ടായിട്ട് പല്ലക്കലാണ് കൊണ്ടുവരണമെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയണത്. ഞാൻ പല്ലക്കൊന്നും കണ്ടില്ല, ഞാൻ പട്ടികൂട കണ്ടത്. ഞങ്ങളവിടെയൊക്കെ എങ്ങനെയാണ് പട്ടികൂട ഉണ്ടാക്കുക? പല്ലക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വടക്കമ്പാട്ട് സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, അതാണ് പല്ലക്ക്. ഇത് പട്ടികൂട് 4 ആളെടുത്ത് കൊണ്ട് വരുന്ന മാത്രമല്ലോ, ഇത് പല്ലക്കൊന്നും ശരി വരും പറയുമ്പോൾ ഇത് പല്ലക്കല്ലാട്ടാ. എന്നിട്ട് എടുത്ത് കൊണ്ടുവന്ന് ലാലേട്ടൻ്റെ മുമ്പിലാക്കി. അപ്പോൾ മുമ്പിലാക്കിയപ്പോൾ കയറി വന്ന വഴിക്ക് തന്നെ ലാലേട്ടൻ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാണ്ടാവും. ആ കാര്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ജാസ്മിൻ പറയാം, ലാലേട്ടൻ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല. അല്ലാണ്ട് തന്നെ ജാസ്മിൻ പറയാം, അയ്യോ ലാലേട്ടാ എൻ്റെ പൊന്നിരിക്കും നോക്ക്, എൻ്റെ പൊന്നി നീ എപ്പോൾ വന്ന് പൊന്നെ പൊന്നെ ലാലേട്ട നോക്ക്, ലാലേട്ടാ എൻ്റെ പൊന്നിരിക്കുന്നു നോക്ക്, ലാലേട്ടാ ലാലേട്ട പൊന്നിരിക്കും നോക്ക്, അയ്യോ എൻ്റെ പൊന്നെ പൊന്ന് പൊന്ന്. ആരാ പൊന്ന്? മൂപ്പരനിയനാണ്. ലാലേട്ടൻ പറയണത് മോഹൻലാലിൻ്റെ അടുത്തൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ വന്നൊന്ന് സംസാരിക്കുക, മോഹൻലാൽ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുക, ക്യാമറയിൽ നമ്മൾ ബിഗ് ബോസ് പ്രേക്ഷകർ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഷോയിലാണ് മൂപ്പര് വന്നിട്ട് പറയണത് എൻ്റെ പൊന്നിനെ ലാലേട്ടാ എന്ന് പറയണത്. ഇതിന് വല്ല വിവരം ഉണ്ടോന്ന് ഞാൻ ചോദിക്കുന്നത്. ലാലേട്ടനെ അപമാനിക്കുന്ന തുല്യല്ലേ? അനിയനോട് ഒരുപാട് സ്നേഹം ഉണ്ടായിരിക്കുക, അതിലൊന്നും നമ്മൾ തെറ്റ് പറയുന്നില്ല. എന്നാലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാലേട്ടനായിട്ടുള്ള ആ ഒരു സംസാരം കഴിഞ്ഞ് അവൾ ബിഗ് ബോസ് ഹൗസിൽ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് തന്നെയല്ലേ അവൾ പോണത്, അനിയൻ്റെ അടുത്തേക്ക് തന്നെയല്ലേ പോണത്, അല്ലാണ്ട് ഇപ്പോൾ വേറെ കാട്ടിലേക്കൊന്നും അല്ലല്ലോ പോണത്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും ചെയ്യുന്നവരെ മണ്ടത്തരങ്ങൾ പറഞ്ഞു എന്ന് മാത്രം, അത്ര തന്നെ നമ്മൾ പറയണുള്ളൂ. അപ്പോൾ നമുക്ക് ജിൻഡോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ജിൻഡോന് നല്ല സിനിമകളൊക്കെ കിട്ടി അടിപൊളിയായിട്ട് മൂപ്പരൊരു കല്യാണം കഴിച്ച് ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാത്തവരൊന്ന് നന്നായി ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ കമൻറ്റ് എന്തായാലും ഇടുക, എന്ത് തെറി കമൻറ്റായാലും ഇട്ടോളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗൈസ് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം.